ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മാക്സിൽ വന്നിരിക്കുവാണ് കേട്ടോ. ഓണത്തിൻ്റെ ഡ്രസ്സ് നേരത്തെ തന്നെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യം നേരത്തെ വന്ന് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മാക്സിലാണ്. ദേവ്കുട്ടന് സ്ക്രാച്ച് ഉള്ള ജീൻസ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളത് തപ്പുവാണേ. നമ്മൾ ദേവൂസിനുള്ള ഡ്രസ്സാണ് എടുക്കുന്നത്. അപ്പോൾ സ്ക്രാച്ചുള്ള ജീൻസ് നോക്കുവാണ്. അത്യാവശ്യം നല്ല റേറ്റ് കുറവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല കളക്ഷനും ഉണ്ട്. ടീഷർട്ടൊക്കെ നല്ല റേറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ജീൻസ് എടുത്തിട്ട് ടീഷർട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് തപ്പിയിട്ട് ആൾക്ക് സൈസ് ഒന്നും റെഡി ആവുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു അപ്പോൾ ടീഷർട്ട് നോക്കാം. അങ്ങനെ ടീഷർട്ട് നമ്മൾ ഓരോന്ന് വെച്ച് നോക്കുവാണ്. അപ്പോൾ അവനില്ലാത്ത കളർ നോക്കിയിട്ട് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ടീഷർട്ടിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. പുള്ളിക്കാരനാണെങ്കിൽ ഒന്നും പറ്റുന്നില്ല ഞങ്ങൾ നോക്കുന്നതിന്. പിന്നെ ഞാനും ഹച്ചാനും കൂടി ലാസ്റ്റ് വിചാരിച്ചു ആളുടെ ഇഷ്ടത്തിന് തന്നെ എടുത്തോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ വിട്ടു കൊടുക്കുവാണ്. അവൻ തന്നെ നോക്കി എടുക്കുവാണ് കേട്ടോ. എന്നിട്ട് അപ്പോൾ ഓറഞ്ച് കളർ ഇല്ലാത്തതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് എടുക്കാമെന്ന്. അപ്പോൾ ആൾക്ക് റെഡാണ് ഇഷ്ടം, ഫേവറേറ്റ് കളർ റെഡൊക്കെയാണ്. അപ്പോൾ റെഡ് മതി എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ടിരിക്കുവാണ്. റെഡ് ടീഷർട്ട് ഓൾറെഡി 2-3 ഉണ്ട് പുള്ളിക്കാരന്. അപ്പോൾ പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് തന്നെ എടുക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ വിട്ടു. അപ്പോൾ റെഡ് തന്നെ ആൾ സെലക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ആ റെഡ് ടീഷർട്ട് എടുത്തു. നല്ല കളക്ഷനുണ്ട്. കിഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ മെയിലിൽ. അപ്പോൾ ജാനിക്കുട്ടിക്ക് പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വിലക്കുറവുണ്ട്, ഓഫറുണ്ട്. ഓഫറൊക്കെ നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിൽ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ദേവ്കുട്ടൻ ആ റെഡ് ടീഷർട്ടാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 499 ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ടാണ് കേട്ടോ. മാക്സിന്ന് നമ്മൾ എടുക്കുന്നതൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. കളറും പെട്ടെന്ന് ഫെയ്ഡ് ആവത്തുമില്ല. അപ്പോൾ നിങ്ങൾ മാക്സിൽ കയറി ഡ്രസ്സൊക്കെ എടുത്തിട്ട് കളർ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത് നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. ദേവ്കുട്ടന് ഒരു ക്രോപ്സ് വേണമായിരുന്നു. അപ്പോൾ നമ്മളത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പല ടൈപ്പ് പല കളറ് ക്രോപ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ദേവു അവന് ഇഷ്ടപ്പെട്ടത് നോക്കി എടുത്തുകൊണ്ടിരിക്കുവാണ്. പുള്ളിക്കാരന് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് മതി എന്ന് പറഞ്ഞിട്ട് ദേവുവിന് ചെരുപ്പ് വാങ്ങിക്കാൻ വന്നതാണെന്നുണ്ടെങ്കിലും താഴെ അടുത്ത ആൾ അവിടെ നിന്ന് ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അവൾക്ക് ചെരുപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ജാനൂസിന് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞ് പിന്നെ ബഹളമായി. അവരവിടെ അച്ഛനും മക്കളൊക്കെ കൂടെ ചെരുപ്പിൻ്റെ സെക്ഷൻ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ജാനൂസിന് പറ്റിയ ഡ്രസ്സ് നോക്കാൻ വേണ്ടി ഇപ്പുറത്തോട്ട് പോകുന്നേ. നല്ല കളക്ഷനുണ്ട്. എന്ത് രസമാണ് പെൺപിള്ളേരുടെ ഡ്രസ്സൊക്കെ കാണാനായിട്ട്. ആൺപിള്ളേർക്ക് എന്ത് നോക്കാനല്ലേ, ഒരു ടീഷർട്ടും ഒരു ജീൻസും. പെൺപിള്ളേരുടെ എന്തോരം വെറൈറ്റി ആയിട്ടുള്ള സ്കേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അവരുടെ സെക്ഷനൊക്കെ കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കൊരു ചെരുപ്പ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ചെരുപ്പിനും അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട്. ഇത് 199 ആണ് ഈ ചെരുപ്പിൻ്റെ റേറ്റ് വരുന്നത്. അത് ഞാൻ എടുത്തായിരുന്നു കേട്ടോ. വീട്ടിലിടാൻ പറ്റിയ സൈസാണ്. ഇനി ഒരു നല്ല ചെരുപ്പും കൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഹൈ ഹീൽസ് ആണ് കേട്ടോ. ഇത് 599 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് നോക്കാമെന്ന് കരുതി വേറൊരു കളർ എടുത്തു. അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ചെരുപ്പ്. ഞാൻ സാധാരണ ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഹൈ ഹീൽസ് ഒത്തിരി നാളുകളായി ഉപയോഗിച്ചിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനീനെ പ്രഗ്നൻ്റ് ആയ ശേഷം ഞാനങ്ങനെ ഹൈ ഹീൽസ് ഇട്ടിട്ടില്ല. അപ്പോൾ അവളെ എടുത്തുകൊണ്ട് നടക്കാനായിട്ട് കുറച്ച് പാടായതുകൊണ്ടാണ് ഇടാത്തത്. ഇപ്പോൾ പുള്ളിക്കാരത്തി തന്നെ നടക്കാനൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ 2 കാലിൽ ഇട്ട് നോക്കിയപ്പോൾ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഞാനത് എടുത്തു. ഇനി അടുത്ത് നമ്മുടെ ദേവ്കുട്ടന് എടുത്ത ക്രോപ്സ് ഇതാണ് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 399 ആണ് കേട്ടോ. അവൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ അപ്പുറത്ത് ചെരുപ്പിൻ്റെ കളക്ഷൻ കണ്ടിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം ഞാൻ അടുത്ത ഒരെണ്ണം കൂടി എടുത്ത് ട്രൈ ചെയ്ത് നോക്കുവാണ്. അരിച്ചൻ എന്നെ ഓടിക്കുന്നുണ്ട് അപ്പുറത്ത് നിന്നിട്ട്. ഓൾറെഡി ഒരെണ്ണം എടുത്തായിരുന്നല്ലോ. ഇനി നമ്മൾ എടുത്ത ഡ്രസ്സൊന്ന് ദേവ്കുട്ടൻ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. അവൻ ഓക്കെ ആയിരുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ജാനിക്കുട്ടിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് വന്നായിരുന്നേ. നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നത്. അവൾക്കാണെങ്കിൽ അതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. പുള്ളിക്കാരത്തി വേറെ എന്തൊക്കെയോ കണ്ടുവച്ചിട്ടുണ്ട് അവിടെ. ആൾക്കത് മതി. ഈ ഡ്രസ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു. 399 ആ ഒരു റേറ്റിൽ വരുന്നതായിരുന്നു കേട്ടോ. അത് ഓണം വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇത്രയും കളക്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇനി ഓണമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുവാണ്. ഇനി നമ്മൾ അടുത്ത ഹരിച്ചേനുള്ള ടീഷർട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ഓഫറുള്ളതാണ് നമ്മൾ നോക്കിയത്. ജാനൂസ് അവിടെ ഭയങ്കര കളിയായിരുന്നു. ദേവൂസ് കൂട്ടത്തിലുണ്ടായിരുന്നതുകൊണ്ട് അവൻ ഫുൾ ടൈം അവളുടെ പുറകെ കിടന്ന് ഓട്ടമായിരുന്നു. അവളിങ്ങനെ അടങ്ങി നിൽക്കത്തില്ല. ഇങ്ങനെ പിരിപിരിപിരാന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കും. ഒരാൾ എപ്പോഴും പുറകെ വേണേ പുള്ളിയുടെ പുറകെ നടക്കാനായിട്ട്, അല്ലെങ്കിൽ ഓടിക്കളയും. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ അത്യാവശ്യം പർച്ചേസ് ചെയ്തു. നമ്മളിപ്പോൾ എരമല്ലൂർ മാക്സിലാണുള്ളത്. അപ്പോൾ ദേവ്കുട്ടിന് സ്ക്രാച്ച് ജീൻസ് വേണമെന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മളിവിടെ അത്യാവശ്യം പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അപ്പുറത്തെ ഷോപ്പിൽ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്തായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണേ. നമ്മൾ ഓണത്തിൻ്റെ പർച്ചേസ് മുഴുവൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അത്യാവശ്യം ഓഫറുള്ള ഷോപ്പുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പ് ഏതാണെന്ന് വെച്ചാൽ അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാമല്ലോ. ബാക്കിയുള്ളവർക്ക് ഉപകാരമാവും അത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.